നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത് കഴിഞ്ഞിട്ട് മതി ബ്രാഞ്ച്. ജോത്സ്യർ വന്നത് നമ്മൾ ഇനി പൊളിക്കുമല്ലേ? ശരി ശരി, നടക്ക്. നിങ്ങളാദ്യം നടക്ക്. ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ? നടക്ക്. വാ നടക്ക്. യാ അതെ, ഏതോ പല്ലി ചലച്ചതാ. ജോത്സ്യം കുറിക്കുന്ന മുഹൂർത്തം അടിപൊളിയാണെന്ന് അതിന്റെ സൂചന. ഇനി 6 മാസം കൂടി ഈ തോണ്ടലും പിച്ചലും മാത്രമേ നടക്കൂ. അതറിയുമ്പോ രണ്ടിന്റെയും കിളി പോവും. താലികെട്ടിന് ഉചിതമായ മുഹൂർത്തം തന്നെ കുറിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ക്ഷേത്രത്തിൽ ചില വഴിപാടുകളൊക്കെ നടത്തണം. മറ്റൊരു താലി ക്ഷേത്രത്തിൽ പൂജിച്ച് പൂജാമുറിയിൽ വെച്ചിട്ട് ചടങ്ങ് നടക്കുന്ന അന്നേ എടുക്കാവൂ. അതിനൊരു ബുദ്ധിമുട്ടും ഇല്ല. എത്ര ദിവസം വേണമെങ്കിലും പൂജിക്കാം. അല്ല, അതങ്ങനെ ശരിയാവും. നമുക്ക് ഉടനെ ചടങ്ങ് നടത്തണ്ടേ? നീ ധൃതി വെക്കില്ലേ ഗൗതം. ജോത്സ്യരെ കുറിച്ച് മുഹൂർത്തമാണ് പ്രധാനം. അതിനുവേണ്ടി കുറച്ചു കാലം കാത്തിരിക്കാൻ നീ തയ്യാറാവണം. വരുന്ന വ്യാഴാഴ്ച താലികെട്ടിന് പറ്റിയ മുഹൂർത്തമുണ്ട്. വ്യാഴാഴ്ചയോ? അതെ. ജോത്സ്യരെ ശരിക്കും നോക്കിയിട്ടാണോ ഈ പറയുന്നത്? വേണമെങ്കിൽ ഒന്നുകൂടെ നോക്കിക്കോളൂ. അമ്മ പറഞ്ഞ കറക്റ്റാ. ഇന്നോ നാളെയോ മുഹൂർത്തം ഉണ്ടോന്ന് നോക്കൂ. വ്യാഴാഴ്ച എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. എന്നാലും വൈകുന്നോറും കുഴപ്പമല്ലേ? അതാ. ഒരു കുഴപ്പമില്ല. ജോത്സ്യനങ്ങൾ പറയുന്നതാണ് ഇവിടുത്തെ മുഹൂർത്തം. അത് നീയല്ല തീരുമാനിക്കുന്നത്. ജോത്സ്യർക്കും തെറ്റുപറ്റാം. ഇക്കാര്യത്തിൽ എനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല. ഞാൻ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 45 വർഷമായി. ഇതുവരെ ഒരു തെറ്റും പറ്റിയിട്ടില്ലെന്ന് അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും. പിന്നെ ഇന്നുവരെ ആരുടെയും പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയിട്ടുമില്ല. ജോത്സ്യനങ്ങളെ ആരാ പ്രലോഭിപ്പിച്ചത്? ആരെങ്കിലും പ്രലോഭിച്ചിട്ടുണ്ട് എന്നല്ല പറഞ്ഞത്. പൊതുവായി പറഞ്ഞെന്നേ ഉള്ളൂ. ജോത്സ്യരെ, വ്യാഴാഴ്ച എന്ന് പറയുമ്പോ ഒരുപാട് ഇങ്ങടുത്തു. താലികെട്ടിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്താൻ സമയം വേണ്ടേ? കുറഞ്ഞത് 2 മാസമെങ്കിലും സമയം കിട്ടിയാ നമുക്കത് ഗ്രാൻഡായിട്ട് നടത്താൻ പറ്റും. പൂജാമുറിയുടെ മുന്നിൽ നിന്ന് ഒരു താലി കെട്ടാൻ ഒരു ഒരുക്കത്തിന്റെ ആവശ്യമില്ല. വ്യാഴാഴ്ച തന്നെ നടത്താം. ജോത്സ്യര് ആ മുഹൂർത്തം തന്നെ കുറിച്ച് തന്നോളൂ. ഓക്കെ, വ്യാഴാഴ്ച വ്യാഴാഴ്ച. ഒരു മുഹൂർത്തം കൂടി കുറിക്കാനുണ്ടല്ലോ. അതെപ്പോഴാ? ഗൗതം, അതും വ്യാഴാഴ്ച തന്നെ. അത് മാത്രം ഇത്തിരി നേരത്തെ ആക്കാൻ പറ്റുമോ? നാവടക്ക്. ഇല്ലെങ്കിൽ ഇടിച്ച ചമ്മന്തിയാക്കും ഞാൻ. ഇല്ലെങ്കിൽ വേണ്ട, കുഴപ്പമൊന്നുമില്ല ജോത്സ്യങ്ങളെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല നിധി, നേരത്തെ ആക്കാനൊന്നും പറ്റില്ല. പിന്നെ മുഹൂർത്തം കുറിച്ചു തരാം, ഒപ്പം നടത്താനുള്ള വഴിപാടും. ശരി. ജോത്സ്യരങ്ങളെ, നിഖിലിന്റെ ജാതകം ഒന്ന് നോക്കണം. അവന്റെ കാര്യത്തില് അമ്മയ്ക്ക് നല്ല ടെൻഷനുണ്ട്.
അതിനെന്താ പ്രശ്നം? വൈകുന്നേരം വരെ ഞാനിവിടെ ഉണ്ട്. ഗൃഹനില കൊണ്ടുവന്നാ മതി. ശരി ജോത്സരങ്ങളെ. ലോകത്തൊരാളും ഒരു ജോത്സ്യർക്കും കൊടുത്തിട്ടില്ലാത്ത ഓഫറാ ഞാൻ ആ ജോത്സ്യന് കൊടുത്തത്. അഡ്വാൻസ് കൊടുത്ത് അച്ചാരം ഉറപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അയാൾ എന്നെ ചതിച്ചു. ജോത്സ്യരല്ലേ ആന്റി, ആന്റി കൊടുത്ത അഡ്വാൻസ് ദക്ഷിണയാണെന്ന് കരുതി സ്വീകരിച്ച് അനുഗ്രഹിച്ചതായിരിക്കും. എനിക്ക് വേണ്ടത് അയാളുടെ അനുഗ്രഹമല്ല. അതറിഞ്ഞിട്ടും അയാൾ എന്നോട് കാണിച്ചത് വിശ്വാസവഞ്ചനയാ. ഒരിക്കലും അയാൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിലും ദൈവികമായിട്ടുള്ള തൊഴിലല്ലേ അയാൾ ചെയ്യുന്നത്. ആ തൊഴിലിൽ ചതിയും വിശ്വാസവഞ്ചനയും കാണിച്ച ദൈവം പൊറുക്കോ? ആ, അതുകൊണ്ടാവും അയാൾ എന്നെ അനുസരിക്കാതിരുന്നത്. ഒടുക്കത്തെ ഓരോരോ എത്തിക്സ്. കുടുംബത്തില് കഞ്ഞി കുടിക്കാൻ വകയില്ല. അത്താഴപ്പട്ടിണിക്കാരൻ ധർമ്മം പറഞ്ഞിരുന്നാലേ കുടുംബം കുറ്റിയേറ്റു പോവും. അത്ര തന്നെ. ഇത് പറഞ്ഞ് ആശ്വസിക്കരുത്. ആന്റിയെ ചതിച്ചതിന് അയാളോട് ചോദിക്കണം. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി വിസ്തരിച്ചൂണൊക്കെ കഴിഞ്ഞിട്ടേ അയാൾ ഇവിടുന്ന് പോകൂ. അതിനു മുമ്പ് അയാളോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കും. പറയണോ ആന്റി? അല്ലെങ്കിൽ ആന്റി ഇത്രയും പവർഫുൾ ആയതിന് അർത്ഥമില്ലണ്ടാവും. ഇങ്ങോട്ട് വാ. അയ്യേ, കണ്ടോ കണ്ടോ, അവിടെ സാരത്തുമ്പില്ല ഗൗതം. എന്താ ഗൗതം ഇതാ ബ്ലൗസ് കീറും? ആണോ? എങ്കിൽ പിന്നെ ഞാൻ ഒന്നുകൂടെ വിളിക്കാം. ആ? അയ്യേ, ഞാൻ ഇനി വ്യാഴാഴ്ച ഒരു ഓഫീസിൽ പോകുന്നില്ല. അതൊന്നും പറ്റില്ല. മര്യാദയ്ക്ക് ജോലി ചെയ്തോണം. അല്ല, ജോലിയൊക്കെ നടക്കും. ഓഫീസിലെ ഫയലുകളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്ന പോരെ. ലാപ്ടോപ്പും ഫോണും ഉണ്ടെങ്കിൽ വർക്കെല്ലാം ഇവിടെ നിന്ന് ചെയ്താമല്ലോ. നിധി, 24 മണിക്കൂറും ബിസിനസിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നവനാ ഇപ്പോ ഭാര്യയുടെ ചേലത്തുമ്പ് വിട്ടിട്ട് അവന് വേറൊന്നുമില്ല. ഇങ്ങനെ ഓടി നടക്കാൻ ഇവന് നാണാവുന്നില്ലെന്നാ ഞാൻ ആലോചിക്കുന്നേ. ആ നിധിയുടെ ഒരു ഭാഗ്യം. ഓ, അപ്പൊ നീയും ആഗ്രഹിക്കുന്നത് ഭർത്താവിനെ സാരത്തുമ്പിൽ ഒട്ടിച്ചു വെക്കാനാണോ? ഞാനങ്ങനെയല്ല. കല്യാണം കഴിഞ്ഞ അയാൾക്ക് അയാളുടെ വഴി, എനിക്ക് എന്റെ വഴി. ഞാൻ കണ്ട മിണ്ട പോലും ഇല്ല. ഞാൻ എന്തിനു മിണ്ടണം? നമുക്ക് ബിസിനസ് അല്ലേ പ്രധാനം. ആ, എന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഗൗതം ഇങ്ങനെ ഒരു പെൺകൊന്തനാവില്ലായിരുന്നു ആന്റി. വ്യാഴാഴ്ചക്ക് മുമ്പ് നമുക്കിതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ആ, തൽക്കാലം വിടില്ല. ജോത്സ്യരങ്ങൾ താഴെയുള്ളതുകൊണ്ട് നമ്മുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ പാറും ഇങ്ങോട്ട് വരില്ല. എനിക്ക് നിഖിലിന്റെ ജാതകം ജോത്സ്യരങ്ങളെ കാണിക്കണം. അതിന് ധൃതിയൊന്നും പിടിക്കണ്ട. അദ്ദേഹം ഇനി ഊണൊക്കെ കഴിഞ്ഞിട്ട് വളരെ വൈകി പോവും. ജാതകം കാണിക്കാനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ട്. വേണ്ട ഗൗതം, എന്നെ വിട്. അടങ്ങി നിൽക്കും. നമുക്ക് ഇത്തിരി നേരം കൂടെ പ്രേമിക്കാം. പ്രേമൊക്കെ ഇനി വ്യാഴാഴ്ച കഴിഞ്ഞിട്ട് മതി. നിൽക്കും. അതെ, ഈ രണ്ടാം താലികെട്ടും ശാന്തി മുഹൂർത്തമൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. അതുകൊണ്ട് നമ്മളതൊക്കെ അനുസരിക്കണം. അതുകൊണ്ട് തൽക്കാലം ഗൗതം നല്ല കുട്ടിയായേ പറ്റൂ. എന്റെ പൊന്നു നിധി, നമുക്ക് പ്രേമിക്കാൻ മുഹൂർത്തം ഒന്നും ഒരു പ്രശ്നമേ അല്ല. അത് കഴിഞ്ഞുള്ള മറ്റു കാര്യങ്ങൾക്കാണ് ബുദ്ധിമുട്ട്. മറ്റു കാര്യങ്ങളോ? അതെന്താ ആ കാര്യങ്ങള്? എന്ന് വെച്ചാ ഈ ഫസ്റ്റ് നൈറ്റ് ഒക്കെ ഇല്ലേ, അത്. ആ നൈറ്റിന് എന്താ ഇത്ര പ്രത്യേകത? അത് പിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. ഞാൻ വേണേ കാണിച്ചുതരാം. അയ്യടാ മോനെ, വേല മനസ്സിലിരിക്കട്ടെ, ഞാൻ ശരിയാക്കി തരാം. എന്റെ അമ്മോ, കൂടുതൽ വിളച്ചിലെടുത്തോണ്ട് വന്നാലേ ഞാൻ അമ്മയെ വിളിക്കും. പിന്നെ അമ്മ ഗൗതമനെ ഈ കട്ടിലിൽ തന്നെ കെട്ടിയിടും. വ്യാഴാഴ്ച വരെ, മനസ്സിലായോ? എങ്കിൽ നിന്നെ കൂടെ കെട്ടിയിടാൻ ഞാൻ പാറിനോട് പറയും. എങ്കിലും ഒരു ത്രില്ലിംഗ് റൊമാൻസ് തന്നെ നടക്കും. എന്റെ ദൈവമേ, ഈ മനുഷ്യന് ഈ ഒരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ. ഈ
ജന്മം മുഴുവനും ഞാനിത് എങ്ങനെ സഹിക്കുമെന്തോ. പൊടക്കുരങ്ങ. വസുന്ധരെ, നമസ്കാരം. നിങ്ങളെ പോകുന്നതിന് മുമ്പ് ഒന്ന് കാണാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. അറിയാം. എന്തുദ്ദേശത്തിലാ കല്യാണം വ്യാഴാഴ്ച നടത്താമെന്ന് നിങ്ങൾ പറഞ്ഞത്? എന്റെ വാക്കിന് നിങ്ങളെന്താ തെല്ല് വില പോലും കൽപ്പിക്കാത്തത്? ന്യായമല്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യില്ലെന്ന് വസുന്ധരയ്ക്കറിയില്ലേ? പണം തന്ന് എന്നെ വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതരുത്. ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഒരു പണിയും ചെയ്യാതെ ജീവിക്കാനുള്ള അവസരമാ നിങ്ങൾക്ക് ഞാൻ തന്നത്. നിധിയുടെയും ഗൗതമിന്റെ രണ്ടാം താലികെട്ട് വെറും ഒരു 6 മാസത്തേക്ക് നീട്ടിവെക്കാനല്ലേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ.